സിനിമാഗാന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 റിലീസായിട്ടുള്ള നിലവിൽ OTTയിൽ സ്ട്രീം ചെയ്യുന്ന വാഷ് എന്ന പേരുള്ള ഒരു ഗുജറാത്തി സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. നിലവിൽ ഷേമാരു എന്ന പേരുള്ള ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇത് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഹിന്ദി സബ് ടൈറ്റിലും അതുകൂടാതെ മലയാള സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. ഒരുപക്ഷെ 2023 കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. നമുക്ക് 2023 റിലീസായി നമുക്ക് 2024 ഇപ്പോഴാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേ സിനിമയുടെ റീമേക്ക് തന്നെയാണ് മാധവൻ അജയ് ദേവ്ഗൺ അഭിനയിച്ച് ബോളിവുഡിൽ കഴിഞ്ഞ മാസം റിലീസായ ഷെയ്ത്താൻ എന്ന പേരിലുള്ള സിനിമ. വാഷ് എന്ന വാക്കിനർത്ഥം കീഴടക്കുക, അനുസരിപ്പിക്കുക എന്നൊക്കെയാണ്. ഈ സിനിമ തുടക്കം മുതൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഫീലിങ്ങും പടത്തിൻ്റെ പേരിനോട് മാത്രമല്ല സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്ന ജേണറിനോട് 100% നീതി പുലർത്തിയൊരു സിനിമ. ഈ സിനിമ കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷ്ണദേവ് യാനിക് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കാണ് കാണുന്നതെങ്കിൽ പോലും സംവിധായകനെ കയ്യടി കൊടുക്കാതെ നമ്മൾ എഴുന്നേക്കില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഈ പടത്തിലേക്ക് നമ്മൾ 100% ഇൻവോൾവ് ആവുന്ന രീതിയിലാണ് പടത്തിൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും പടത്തിൻ്റെ ഡയറക്ഷനും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റീജിയണൽ ലാംഗ്വേജുകളിലും പല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിലൊക്കെ ഈ സിനിമയെ എന്തുകൊണ്ട് വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സിനിമ നമുക്ക് 100% ടെക്നിക്കലി ഡയറക്ഷണലി എന്തുകൊണ്ടും പെർഫെക്റ്റ് സിനിമയായിരുന്നു സിനിമ. കാസ്റ്റിംഗ് വൈസ് നോക്കിയാലും ഈ സിനിമ 100% പെർഫെക്റ്റ് ആയിരുന്നു. വെറും 5 കഥാപാത്രം മാത്രമാണ് സിനിമയിലുള്ളൂ. ഒരു ഫാം ഹൗസിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. സിനിമയിൽ തന്നെ ലയിച്ചിരുന്ന് കണ്ടുപോകും. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ അഥർവ ഒരു പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ബീന. പെൺകുട്ടി ആര്യ, ആൺകുട്ടി ആൻഷു. ഇവർ 4 പേരും തുടക്കം തന്നെ ഒരു പ്ലാൻ ചെയ്യുകയാണ്. ഇവർക്ക് അവധിയാണ്. അപ്പോൾ അവധി കിട്ടുമ്പോൾ ഇവർ ഫാം ഹൗസിൽ നമുക്ക് അവിടെ പോയി താമസിക്കാം, കുറച്ച് ദിവസം വീക്കെൻഡ് അവിടെ അടിച്ചു പൊളിക്കാമെന്നുള്ള തീരുമാനത്തോടെ ഇവർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ കുറച്ചങ്ങ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ജംഗ്ഷനിൽ ഒരു വണ്ടി നിർത്തി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഫുഡ് വന്നു. ഫുഡിന് പേ ചെയ്തു. അപ്പോൾ ചായക്ക് കൊടുക്കാൻ ഒരു 500 നോട്ട് കൊടുക്കുമ്പോൾ കടക്കാരൻ പോലെ 500 നോട്ടിന് ചേഞ്ച് ഇല്ല എന്ന് പറയും. അപ്പോൾ തൊട്ടടുത്ത് പ്രതാപ് എന്നൊരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ. അയാൾ പറഞ്ഞു ചായയുടെ പൈസ ഞാൻ കൊടുത്തേക്കാം, ചായ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അയാൾ ആ ചായ വാങ്ങിച്ചു. ചായ വാങ്ങിയ ശേഷം അവരോട് അടുത്ത് വന്നിരുന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അടുത്ത് വന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഭാര്യയായ ബീനയ്ക്ക് എന്തോ അസ്വാഭാവികത ചെയ്യുകയാണ്. ആ പുള്ളിക്കാരൻ അടുത്ത് വന്നിരുന്ന വർത്താനമൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരുടെ പെൺകുട്ടിയായ ആര്യയ്ക്ക് പൊറോട്ട ഇഷ്ടമല്ല, അവരുടെ പൊറോട്ട കഴിക്കുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഈ അടുത്ത് വന്നിരുന്ന പ്രതാപ് എന്ന വ്യക്തി പറയുകയാണ് പൊറോട്ട കഴിക്കുന്നതിന് കഴിക്കണ്ട, ആരോഗ്യത്തോടെ നിൽക്കണ്ടേ, തൽക്കാലം ഇതിൻ്റെ ഒരു പഞ്ചസാര മിഠായി ഉണ്ട്, ഈ മിഠായി കഴിക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ് ഈ പെൺകുട്ടിക്ക്. അതുവരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ഒറ്റയടിക്ക് പുള്ളിക്കാരൻ പറയുന്നത് കേട്ട് കഴിക്കുന്നതായിട്ട് അവർക്കെന്തോ വല്ലാത്തൊരു ഫീലിങ്സ് ആയി പോകും. ഒരു ഫാം ഹൗസിലെത്തി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മളെ മുന്നേ പറഞ്ഞ പ്രതാപ് എന്നുള്ള ആള് വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ അകത്തേക്ക് കയറി വന്ന ശേഷം അയാൾ പറയുകയാണ് എൻ്റെ കാറ് ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, എൻ്റെ മകൾ നിലവിൽ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അയാൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന ശേഷം അയാൾ ഫോൺ വിളിക്കുകയും ഫോൺ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വരികയും ഈ പെൺകുട്ടിയും വരികയും ചെയ്യും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഈ പുള്ളിക്കാരൻ പറയും അടുത്ത് വന്നിരിക്കാൻ പറയും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്നു. ആൺകുട്ടി ഒരു ബോൾ കളിച്ചുകൊണ്ട് വരികയും ഈ ബോള് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ഇടിക്കുകയും ചെയ്യുന്നു. ചാടി പറയുകയാണ് മോളെ അവൻ്റെ തല്ലാൻ പറയും. ആ പെൺകുട്ടി ഓടിപ്പോയി അവൻ്റെ മുഖം നോക്കി വലിയൊരു അടിയും കടിക്കും. ഇത് കണ്ടു നിൽക്കുന്ന അച്ഛനും അമ്മയും പറയുകയാണ് മോൾ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇതുവരെയായിട്ട് നമ്മളവനെ തല്ലി പോലും നോവിച്ചിട്ടില്ലല്ലോ, നീ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ. ആ പെൺകുട്ടി പറയും അയാൾ പറയുമ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുക. അച്ഛനും അമ്മയെ കൊല്ലാൻ പറഞ്ഞാൽ പോലും അത്രയും ദേഷ്യത്തോടു കൂടി ആ കുട്ടി കൊല്ലാനായി പാഞ്ഞെടുക്കുകയും ചിരിക്കാൻ പറഞ്ഞാൽ നിർത്താതെ ചിരിക്കുകയും കരയാൻ പറഞ്ഞാൽ നിർത്താതെ കരയുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് സിനിമയുടെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൂപ്പർ നാച്ചുറൽ അനുഭവമാണ് സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് ഹൊറർ സൂപ്പർ നാച്ചുറൽ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ ആലോചിച്ച് കിളി പോയിരുന്ന് പോകുന്ന ഒരു സിനിമ. ക്ലൈമാക്സിലേക്ക് അടുക്കുന്നൊരു സിനിമ കുറച്ചുകൂടി നമ്മളെ ഇന്റൻസ് ആയിട്ട് സിനിമയിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.